Tips and Tricks-ലേക്ക് ഏവർക്കും സ്വാഗതം. 10th Prelims 2022 50 days study plan day 13 ആണ് ഇന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കുക. പിന്നെ മാത്സിൽ മെന്റൽ എബിലിറ്റിയിലെ ടോപ്പിക്കാണ് ഇന്ന്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും. അതിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. ജനറൽ സയൻസിൽ രോഗങ്ങളും രോഗകാരികളും. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിലെ ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, ഈ രോഗങ്ങളും അതുപോലെ ഇത് ഏതൊക്കെ രോഗകാരികളാണ് പരത്തുന്നത്, അതായത് ഇവരുടെ പേരടക്കം പഠിക്കണം. കാരണം ഇപ്പോ 2-3 ദിവസം മുന്നേ കഴിഞ്ഞ പരീക്ഷയിലടക്കം PSC ഈ രോഗകാരികളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതടക്കം പഠിക്കേണ്ടതായിട്ടുണ്ട്. ബേസിക് ഫാക്ട്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ഇതാണ് കൊറോണ വൈറസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രോഗങ്ങളും രോഗകാരികളും. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നു ബാക്ടീരിയ രോഗങ്ങൾ. അപ്പോ എന്താണ് ബാക്ടീരിയ? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ് മുതലായവയൊക്കെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ എന്ന് പറയും. അപ്പോൾ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ് എന്നിവ എന്താണ്? സൂക്ഷ്മജീവികളാണ്. ഏറ്റവും വലിപ്പം കുറഞ്ഞ ജീവിവർഗമാണ് ബാക്ടീരിയ. അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ജീവിവർഗവും ഏത് തന്നെയാണ്? ബാക്ടീരിയ തന്നെയാണ്. ബാക്ടീരിയയെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്, മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റോൺ വോൺ ലീവൻഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ലീവൻഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ബാക്ടീരിയയെ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറും കൂടെ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് 14 മുതൽ 16 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ 29% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാർച്ച് 16-ാം തീയതി SCRTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു 150 ഡേ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് 29% ഡിസ്കൗണ്ടിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതുപോലെ മാർച്ച് 9-ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയം തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം, പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. SCRTക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 29% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയ വടി എന്നതാണ് ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ ബാക്ടീരിയ പെരുകുന്നത് ബൈനറി ഫിഷൻ എന്ന പ്രക്രിയയിലൂടെയാണ്. അതായത് ദ്വിവിഭജനം എന്ന പ്രക്രിയയിലൂടെയാണ് ബാക്ടീരിയ പെരുകുന്നത്. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേരാണ് ഹാലോഫൈലുകൾ എന്നതാണ് ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയ്ക്ക് പറയുന്ന പേര്. ഓക്കെ, അപ്പോൾ വസ്തുക്കൾ പുളിക്കാനും അഴുകാനും ഒക്കെ കാരണമാകുന്നത് ബാക്ടീരിയയാണ്. മനുഷ്യ ശരീരത്തിൽ തന്നെ കോടിക്കണക്കിന് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയെ നീന്താൻ സഹായിക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്തു പറയുന്നത്? ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പം നീന്തി നീങ്ങാൻ
ബാക്ടീരിയത്തെ സഹായിക്കുന്ന അവയവത്തിന്റെ പേരെന്താണ്? ഫ്ലജല്ല അല്ലെങ്കിൽ ഫ്ലജല്ലം എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ബാക്ടീരിയ എന്ന് പറയുന്നത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഏതെന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, അതായത് പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്സ് ആണ് ഏതെന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന ജീവിവർഗം. ഇനി കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഇത് റിപ്പീറ്റിംഗ് ചോദ്യമായിരുന്നു. സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്താണ്? കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഈ സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ വംശജനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. ഇനി പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ രോഗമാണ് ക്ഷയം. പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ രോഗമാണ് ഏത്? ക്ഷയം എന്ന് പറയുന്നത്. അപ്പോ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ക്ഷയം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെയാണ് ക്ഷയം ബാധിക്കുന്നത്. ഇനി ക്ഷയരോഗ ചികിത്സ രീതിക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ്. ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗ ചികിത്സാ രീതിയാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ രീതിയാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി. അപ്പൊ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയുടെ പേരെന്താണ്? ഡോട്ട്സ്. ഇനി ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് BCG വാക്സിൻ ആണ്. ബാസിലസ് കാൽമറ്റി ഗ്യൂറിൻ എന്ന വാക്സിൻ ആണ് ക്ഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന വാക്സിൻ. ഓക്കെ, ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് റിപ്പീറ്റിംഗ് ചോദ്യമാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഞാൻ ക്ഷയരോഗം തന്നെ ആദ്യം പറയാനുള്ള കാരണം ഇന്ന് മാർച്ച് 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആണ്. ഇന്ന് മാർച്ച് 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. അപ്പോ 2022 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേയുടെ തീം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ അതിന്റെ തീം 2022 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേയുടെ തീം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മാർച്ച് 24 ആണ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. അപ്പൊ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇനി പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെ? അപ്പൊ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കോളറ. രണ്ടാമത്തേത് കുഷ്ഠം. മൂന്നാമത്തേത് ക്ഷയം. കോളറ, കുഷ്ഠം, ക്ഷയം. വെച്ചുള്ള 3 പഠിച്ചു വെക്കാം. കുറെ കോഡൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു കോഡ് ഉണ്ടാക്കി അങ്ങ് പഠിക്കുക. കാരണം ഞാൻ പറയുന്ന കോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ കോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കോളറ, കുഷ്ഠം, ക്ഷയം എന്ന് 3 വെച്ചുള്ള 3 കോളറ, കുഷ്ഠം, ക്ഷയം. പിന്നെ ടൈഫോയിഡ്, ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടമുള്ള. ടൈഫോയിഡ്, ഡിഫ്തീരിയ. അപ്പൊ കോളറ, കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ്, ഡിഫ്തീരിയ. പിന്നെ ടെറ്റനസ്, ന്യൂമോണിയ, എലിപ്പനി. പനികളില് എലിപ്പനി മാത്രമാണ് ബാക്ടീരിയ രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എലിപ്പനി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു രോഗമാണ്. എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ്. അതുപോലെ പ്ലേഗ്, വില്ലൻ ചുമയുടെ ഇംഗ്ലീഷ് എന്താ? പെർട്ടൂസിസ്. വില്ലൻ ചുമ അഥവാ പെർട്ടൂസിസ്. അടുത്തത് ആന്ത്രാക്സ് എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ്. അടുത്തത് ബോട്ടുലിസം, അതായത് ഭക്ഷ്യവിഷബാധ. ബോട്ടുലിസം. പിന്നെ സിഫിലിസ്. അടുത്തത് ട്രക്കോമ.
ട്രക്കോമ എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ്. മെനിഞ്ചൈറ്റീസ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ഗൊണേറിയ അല്ലെങ്കിൽ ഗൊണേറിയ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ടെറ്റനസ്, ന്യൂമോണിയ, എലിപ്പനി, പ്ലേഗ്, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ബോട്ടുലിസം, സിഫിലിസ്, ട്രക്കോമ, മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ മുതലായവയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ. അപ്പൊ ഇതില് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠം. കുഷ്ഠത്തിന്റെ മറ്റൊരു പേരാണ് ഹാൻസൻസ് രോഗം. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ്. ഇനി കുഷ്ഠത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന മരുന്ന് കുഷ്ഠത്തിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഇനി ക്ഷയം. ഇപ്പൊ ക്ഷയരോഗത്തെ പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്ഷയരോഗത്തിന്റെ മറ്റു പേരുകൾ വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ്. വൈറ്റ് പ്ലേഗ് അതുപോലെ കോക്ക് ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ക്ഷയമാണ്. ട്യൂബർക്കിൾ ബേസിലസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരി. ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പേരെന്താണ്? BCG വാക്സിൻ. ഇനി കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ്. ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. തൊണ്ടമുള്ളാണ് ഏത്? ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ളാണ് ഡിഫ്തീരിയ. എലിപ്പനിയുടെ മറ്റൊരു പേരാണ് വീൽസ് ഡിസീസ്. എന്താണ്? വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. അതുപോലെ കോളറ. ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ആയുർവേദത്തിൽ വിഷൂജിക എന്നറിയപ്പെടുന്നത് കോളറയാണ്. ജ്വരം എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് ആണ്. ജ്വരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈഫോയിഡ് ആണ്. അപ്പൊ ഇത്രയാണ് ബാക്ടീരിയ രോഗങ്ങൾ, ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി രോഗങ്ങളും രോഗകാരികളുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് കോളറ പരത്തുന്ന രോഗകാരി ബാക്ടീരിയ ആണെന്നറിയാം. അതിന്റെ പേരാണ് വേണ്ടത്. വിബ്രിയോ കോളറേ ആണ് കോളറ പരത്തുന്നത്. വിബ്രിയോ കോളറേ. പ്ലേഗ് പരത്തുന്നത് എഴ്സീനിയ പെസ്റ്റിസ്. സിഫിലിസ് എന്ന രോഗം പരത്തുന്നത് ട്രെപ്പോലിമ പല്ലേഡിയം എന്ന ബാക്ടീരിയയാണ് സിഫിലിസ് പരത്തുന്നത്. ബോട്ടുലിസം എന്ന രോഗം പരത്തുന്ന ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ഷയം പരത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ട്യൂബർക്കിൾ ബേസിലസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇനി ടൈഫോയിഡ് പരത്തുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് പരത്തുന്നത്. കുഷ്ഠം പരത്തുന്നത് മൈക്രോബാക്ടീരിയം ലെപ്രേ ആണ് ലെപ്രസി എന്ന കുഷ്ഠം രോഗം പരത്തുന്നത്. ആന്ത്രാക്സ് പരത്തുന്നത് ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയാണ്. ന്യൂമോണിയയും ചോദിക്കാറുള്ളതാണ്. ന്യൂമോണിയ പരത്തുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയുടെ പേര് ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക. ലെപ്റ്റോസ്പൈറോസിസ് എന്നതാണ് എലിപ്പനിയുടെ പേര്. ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറാജിക്ക എന്ന ബാക്ടീരിയയാണ് എലിപ്പനി പരത്തുന്നത്. വില്ലൻ ചുമ പരത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നതാണ് വില്ലൻ ചുമ എന്ന രോഗം. ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ടെറ്റനസ് പരത്തുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് ഏത് പരത്തുന്നത്? ടെറ്റനസ് പരത്തുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കോളറ പരത്തുന്നത് വിബ്രിയോ കോളറെ,
പ്ലേഗ് പരത്തുന്നത് എഴ്സീനിയ പെസ്റ്റിസ്, സിഫിലിസ് പരത്തുന്നത് ട്രെപ്പോലിമ പല്ലേഡിയം, ബോട്ടുലിസം പരത്തുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, കുഷ്ഠം പരത്തുന്നത് മൈക്രോബാക്ടീരിയം ലെപ്രെ, ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്, ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറാജിക്ക, വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്, ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ടെറ്റനി, ടൈഫോയിഡ് സാൽമണല്ല ടൈഫി, ക്ഷയം ട്യൂബർക്കിൾ ബേസിലസ് അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബാക്ടീരിയ രോഗങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ എല്ലാം നോക്കി വെക്കുക. ചെറിയ വടി എന്നതാണ് ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നോക്കി വെക്കുക. അതുപോലെ ആരാണ് ബാക്ടീരിയയെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്? ആന്റോൺ വോൺ ലീവൻഹൂക്ക് ആണെന്ന് ഓർക്കുക. സൂപ്പർ ബഗിന്റെ കാര്യം ഓർക്കുക, ആനന്ദ മോഹൻ ചക്രവർത്തി. ഇന്ന് മാർച്ച് 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആണ്. തീം എന്താണെന്ന്, ഈ വർഷത്തെ തീം എന്താണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ക്ഷയത്തെ പറ്റി നോക്കി, ബാക്കി ബാക്ടീരിയ ഡിസീസസ് ഫുള്ളായിട്ട് നോക്കി. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക് യു.